നിങ്ങളത് യൂസ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും അത് പറയില്ല. നിങ്ങൾക്കത് ട്രൈ ഔട്ട് ചെയ്യാം. ബാക്ക് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം എന്തും യൂസ് ചെയ്താൽ മതി. എന്താണ് CISD എന്ന് നമ്മൾ പറയുകയാണ് ഈ വീഡിയോയിൽ. സോ അത് നമുക്ക് ചാർട്ടിൽ തന്നെ നോക്കാം. ചാർട്ടിൽ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഫസ്റ്റ് തന്നെ ഒരു സ്വീപ്പ് അടിയിലോട്ട് തന്നിട്ടുണ്ട് മാർക്കറ്റ്, ഒരു ലിക്വിഡിറ്റി സ്വീപ്പ്. ഇങ്ങനെ സ്വീപ്പ് തന്നതിന് ശേഷം നമ്മൾ ഒബ്വിയസ്ലി മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എവിടെയാണ് നമ്മൾ മാർക്ക് ചെയ്യുക? സ്വീപ്പിന് കാരണമായ തൊട്ട് മുമ്പുള്ള ഒരു ഹൈ ആയിരിക്കില്ലേ നമ്മളുടെ MSS സെറ്റപ്പ് എന്ന് പറയുന്നത്. CISD എന്ന് മാർക്ക് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ബിയറിഷ് ക്യാൻഡിൽ കാണുന്നുണ്ട്, 1 2 3. അങ്ങനെ ലാസ്റ്റ് തന്നിട്ടുള്ള ആ ഒരു ബിയറിഷ് മൊമെന്റത്തിന്റെ ഓപ്പൺ പ്രൈസ് മേലെയുള്ള ആ ഒരു വിക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആക്ച്വലി വിക്ക് ഇപ്പോൾ ഇവിടെ ചെറിയ വിക്കാണ്, വലിയ വിക്കാണെങ്കിൽ പോലും വിക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ട. ആ ഒരു മൊമെന്റം, ആ ഒരു ലെവൽ, ഇതാണ് നമ്മളുടെ CISD ലെവൽ എന്ന് പറയുന്നത്. ഈ CISD ലെവലിലാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മളുടെ എൻട്രി പ്ലേസ് ചെയ്യുന്നത്. ലെവലിൽ നമ്മൾ എൻട്രി പ്ലേസ് ചെയ്യും. ഈ ഒരു ലെവലിൽ കൃത്യമായിട്ട് എൻട്രി പ്ലേസ് ചെയ്യും. സ്റ്റോപ്പ് ലോസ് നമുക്ക് ഇതിന്റെ താഴെ വെക്കാം. ടാർഗറ്റ് നമുക്ക് ഇതിന്റെ ഒരു 1:2 1:3 മറ്റേ വെക്കാം. ബേസ്ഡ് ഓൺ ലിക്വിഡിറ്റി പോയിന്റ് അല്ലെങ്കിൽ POI ഉള്ള സ്ഥലം അങ്ങനെയൊക്കെ ബേസ് ചെയ്ത് നമുക്ക് അത് വെക്കാം. മാർക്കറ്റ് അവിടെ പോയി ടാപ്പ് ചെയ്തിട്ടുണ്ടോ, ടാർഗറ്റ് അടിച്ചിട്ടുണ്ടോ നമുക്ക് നോക്കാം. യെസ്, കറന്റ്ലി മാർക്കറ്റ് നമ്മളുടെ ആ ടാർഗറ്റ് അടിച്ചിട്ടാണ് നിൽക്കുന്നത്. നിങ്ങളത് യൂസ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും അത് പറയില്ല. നിങ്ങൾക്കത് ട്രൈ ഔട്ട് ചെയ്യാം. ബാക്ക് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം എന്തും യൂസ് ചെയ്താൽ മതി. ഇതിപ്പോൾ നമ്മളൊരു ബുള്ളിഷ് സിനാരിയോ ആണ് നോക്കിയത്. ഇതിന്റെ കൂടെ നമുക്ക് ബിയറിഷ് സിനാരിയോ കൂടെ നോക്കാം.